Good afternoon. Good afternoon. Okay, മഴയുണ്ടോ നാട്ടില്? മഴയുണ്ടല്ലേ? Okay. ഇപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞത് ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ് ആയിരുന്നു. അതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. അനാലിസിസ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അധികം ഇമ്പോർട്ടന്റ് അല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല അങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. Second question നോക്കാം. Are the programs and procedures properly communicated to all those people who are concerned and influenced by them? എന്താണ് പരിശീലന അവിടെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ അവയിൽ സ്വാധീനം ചെലുത്തുന്ന ആശങ്കയുള്ള എല്ലാ ആളുകളും ശരിയായിട്ട് സ്വാധീനം ചെലുത്തുമ്പോൾ ആശങ്കയുള്ള എല്ലാ ആളുകളെയും ശരിയായിട്ട് അറിയിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മൂന്നാമത്തേത്, how effective is the implementation of the program? ഇതാണ് പരിപാടിയുടെ നടത്തിപ്പിന് എത്രത്തോളം ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാം എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അതിന്റെ അകത്ത് 3 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 3 ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. Are the people executing the employment program properly trained to do so? എന്താണ് തൊഴില് പദ്ധതി നടപ്പിലാക്കുന്ന ആളുകൾക്ക് അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? ഇനി എന്താ പറയുന്നത്? It is actual performance of the program at par with the set of targets. പരിപാടിയുടെ യഥാർത്ഥ പ്രകടനം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾക്ക് തുല്യമാണോ? ഇനി നെക്സ്റ്റ് വരുന്നത്, പോളിസി ആൻഡ് പ്രൊസീജിയർ ക്രിയേറ്റഡ് ആൻഡ് യൂസ്ഡ്. നിയമപരവും നടപടിക്രമപരവുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇനി നാലാമത്തെ എന്താണ്? ഫീഡ്ബാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ദി കമ്പനി image is developed in the eyes of placement officers and universities, colleges, public and private employment agencies regarding the methodology used by company for executing its recruitment program. Company അതിന്റെ recruitment program നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം സംബന്ധിച്ച സർവകലാശാലകള്, കോളേജുകള്, പൊതു മേഖലകള്, അതുപോലെ തന്നെ പൊതു പബ്ലിക് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള തൊഴിൽ ഏജൻസികൾ എന്നിവയിലെ പ്ലേസ്മെന്റ് ഓഫീസർമാരുടെ കണ്ണില് കമ്പനിയുടെ പ്രതിച്ഛായ എങ്ങനെയുള്ളതാണ്? ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്? Has a research been conducted on the currently hired employees and the public entities discarded in order to find out the treatment given to by companies during the selection procedure? നിലവില് നിയമിക്കപ്പെട്ട ജീവനക്കാരെയും പുറത്താക്കപ്പെട്ട അപേക്ഷകരെയും കുറിച്ച് ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൽ കമ്പനി അവർക്ക് നൽകിയ പരിഗണന എന്താണെന്ന് കണ്ടെത്തുന്നതിന്. ഇനി എന്താണ്? What is the number of candidates who have refused to join the organization due to poor working environment, low salary package, poor image, etc. മോശം തൊഴിലന്തരീക്ഷം, അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പള പാക്കേജ്, മോശം പ്രതിച്ഛായ മുതലായ കാരണം സംഘടനയില് ചേരാൻ വിസമ്മതിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയാണ്? ഇത്തരം കാര്യങ്ങളാണ് ഫീഡ്ബാക്കിൽ പറയുന്നത്. ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് അനാലിസിസ് ഓഫ് റിസൾട്ട്.
റിസൾട്ട് നോക്കിയേ, റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ദ ന്യൂ റിക്രൂട്ടേഴ്സ്. അപ്പോ പുതിയതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്ത കാൻഡിഡേറ്റിന് അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പെർഫോമൻസ് ലെവൽ, എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. Out of the total number of applicants, how many were recruited? എത്ര പേരെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്? Out of the total number of candidates recruited, how many were able to complete the probation period successfully? What was the percentage of applicants who resigned because what was communicated to them during the interview did not match the exact job conditions? ഇവിടെ പറയുന്നത് ആദ്യം നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളില് എത്ര പേർക്ക് പ്രൊബേഷൻ കാലയളവ്, പ്രൊബേഷൻ പീരീഡ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അത് വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കി, എത്ര പേരാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിനിടയിൽ അറിയിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ജോലി സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതിനാൽ രാജിവെച്ച അപേക്ഷകരുടെ പെർസെന്റേജ് എത്രയായിരുന്നു? ചിലവർക്ക് കുറെ കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ ചിലവർ അത് അക്സെപ്റ്റ് ചെയ്യാതെ റിജക്ട് ചെയ്ത് ജോലി ഉപേക്ഷിച്ച് പോവാറുണ്ട്. അവരുടെ പെർസെന്റേജ് എത്രയായിരുന്നു? ഇനി നാലാമത് പറഞ്ഞ കാര്യം എന്താണ്? വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ? ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷനിലൂടെ ഇത് മൂലമുള്ള ഒരു എന്താണ് ടേൺ ഓവറിന്റെ പെർസെന്റേജ്, ഒഴിഞ്ഞു പോയ ആളുകളുടെ പെർസെന്റേജ് എത്രയാണ്? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ selection method used such as test, interview, medical examinations, etc. The overall selection program give the forecast done by the selection tools proved to are the selection devices used to validate properly. അപ്പൊ എന്താ പറയുന്നത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത്? ടെസ്റ്റുകള്, ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻസ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് രീതിയിൽ മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ എന്ത് സംഭാവനയാണ് നൽകുന്നത്? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ നടത്തിയ ആ പ്രവചനം ശരിയാണോ? അതുപോലെ തന്നെ എന്താണ് ഉപയോഗിച്ച ഉപകരണങ്ങൾ ശരിയായിട്ട് സാധൂകരിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫിഫ്ത്ത് പോയിന്റില് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ബരിയേഴ്സ് ടു സെലക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് ബരിയേഴ്സ്. സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബരിയേഴ്സ് എന്താ മീനിങ്? ബരിയർ എന്താണ് മീനിങ്? ബരിയർ തടസ്സങ്ങൾ കേട്ടോ. ബരിയർ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ. നമ്മളൊരു വ്യക്തികളെ ഒരു കമ്പനിയിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ആയിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ നോക്കിയേ. Barriers to effective selection are as follows. First one, diversity of selection approach. The variety of selection approaches and tests represent that there is no one perfect way to choose the managers. എന്താണ്? നമ്മള് പലതരത്തില് എന്ത് ചെയ്യാറുണ്ട്? സെലക്ഷൻ, ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ പലതരത്തില് നമ്മള് എന്താണ് പല വഴികൾ നമ്മൾ നോക്കാറുണ്ട് അല്ലെ? ഇല്ലേ? പല രീതികളിലൂടെയാണ് ഒരാളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ ചില മാനേജേഴ്സ് എന്ത് ചെയ്യും? എപ്പോഴും ചെയ്യുന്ന ആ ഒരു വേ മാത്രം, ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആളുകളെ സെലക്ട് ചെയ്യും. അത് ചിലപ്പോൾ എന്താണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? ഒരു രീതി മാത്രം ഉപയോഗിച്ച് ഒരു രീതി എപ്പോഴും ഇയർലി ടു ഇയർലി അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ ആളുകളെ സെലക്ട് ചെയ്യേണ്ടത് ആ രീതി മാത്രം ഉപയോഗിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലോ നോളജോ ഒന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാൻഡിഡേറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലോ നോളജോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് വേണമെന്നാ പറയുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ് നമ്മൾ യൂസ് ചെയ്യണം മാനേജേഴ്സ്. കുറെ ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് എത്ര വേക്കൻസി ആണോ ഉള്ളത് അത്രയും വേക്കൻസിയിലോട്ട് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ഒരേ വേ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതെന്താണ്?
ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ കമ്പനി ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ മെനി വേസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേയിലൂടെ വേണം ആളുകളെ സെലക്ട് ചെയ്യാൻ. അതാണ് ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് നോക്കാം, ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. Organizational environment has a tendency to change the period of time. Okay, എന്താ പറയുന്നത്? നമ്മള് ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഒരു പ്രവണതയാണ് അല്ലെ, എന്തെങ്കിലും എന്താണ് ചേഞ്ചസ് അനുസരിച്ച് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ പണ്ട് കാലത്തുള്ള ഓർഗനൈസേഷൻ ടെക്നോളജീസ് എല്ലാം ഇപ്പോഴുള്ളത് അല്ലെ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും മാനുവലി ആയിരിക്കും ചെയ്യുന്നത്, മനുഷ്യനെ കൊണ്ട് ചെയ്യുന്ന ജോലികളായിരിക്കാം കൂടുതലും പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് എന്താണ് ടെക്നോളജീസ് ഒക്കെ വന്നു അല്ലെ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, പല സോഫ്റ്റ്വെയർസ് വന്നു, എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന രീതിയിലോട്ടായി വന്നു അല്ലെ, അങ്ങനെ ടെക്നോളജി സിസ്റ്റത്തിൽ വന്നു. അപ്പോ നമ്മൾ എന്താണ് എപ്പോഴും ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ ഒരു പ്രവണതയുള്ളതെന്ന് പറഞ്ഞാൽ കാലാകാലം അനുസരിച്ച് അത് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നപ്പോഴേക്കും കുറെ ചേഞ്ചസുകൾ ഓർഗനൈസേഷൻ സെക്ടറിലും എന്തായാലും മാറിക്കൊണ്ടിരുന്നു. ഇനി എന്താണ്, ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡിസൈനേറ്റഡ് പേഴ്സണൽസ്. അതുപോലെ തന്നെ ഈ നിയുക്തമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട് ഇല്ലേ. ഇപ്പൊ ഒരു മാനേജറിനെയാണ് നമ്മൾ സെലക്ഷന് വേണ്ടി നമ്മുടെ ഓർഗനൈസേഷനിൽ വെച്ചിരിക്കുന്നത് വെച്ചാല് അയാൾക്ക് എന്താണ്, അയാളുടേതായിട്ടുള്ള ശൈലിയുണ്ട്. ഇപ്പൊ ഞാൻ അയാൾ പഠിപ്പിക്കുന്ന രീതി അല്ലെ, എനിക്ക് എന്റേതായിട്ടുള്ള രീതികളുണ്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഭിൻഷയ്ക്കാണെങ്കിലോ അഭിൻഷയ്ക്കായിട്ടുള്ള രീതികളുണ്ട്, ശൈലികളുണ്ട് അല്ലെ. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള രീതികളും ശൈലികളും വ്യത്യസ്തരാണ് എല്ലാവരും. Everyone has its unique working style and as a result they introduce the different managerial rules and styles and when they came into power. എന്താ പറയുന്നത്, this the technique and the instruments and used the selection purposes are not a definite way to forecast what people will do, even if they have the capability of doing it. എന്താണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ചേഞ്ചസ്, ചേഞ്ചിങ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നിയോഗിച്ചിരിക്കുന്ന ഒരു മാനേജർക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്, അതിലൂടെയാണ് അവർ ചലിക്കുന്നത് അല്ലെ. ഇപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നതായാലും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും, ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൈലികളുണ്ട്. അപ്പൊ അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിൽ അവർക്ക് തോന്നിയ രീതിയിൽ ഉള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ കമ്പനീസിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ സക്സസിന് വേണ്ടതായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കമ്പനിയിൽ ആളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള ശൈലി ഉണ്ട് അല്ലെ. ആ ശൈലിയിൽ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോ നമ്മൾ സെലക്ട് ചെയ്യും, പക്ഷെ ഭാവിയിൽ ആ കാൻഡിഡേറ്റിനെ കൊണ്ട് എന്താണ് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അതാണ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസസ്. Most important element is the selection and recruitment process are the time and cost incurred while taking HR decisions. അതുപോലെ തന്നെ എന്താണ്, it becomes necessary to recognize these elements such as the advertising expenses, agency fees, cost of test materials, time spent in the interview process, cost incurred in the reference checking, medical examinations, etc. നമ്മൾ പലതരത്തില് എംപ്ലോയീസിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പല ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ടെക്നിക്സുകളായാലും പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള
കോസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അഡ്വർടൈസിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ഏജൻസി ഫീ ഉണ്ട്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ, അതുപോലെ ടൈമും അല്ലെ. നമ്മളിങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ പല രീതികളിലൂടെ ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈം പോകുന്നുണ്ട് അല്ലെ. ടൈം നല്ല രീതിയിൽ എടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ടൈം ആയാലും കോസ്റ്റ് ആയാലും നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ റെഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ, അതുപോലെ പലതരത്തിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തുമ്പോൾ കോസ്റ്റ് വരുന്നുണ്ട്, ടൈമും പോകുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ബാരിയർ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് ഫോർത്ത് വൺ എന്താണ്? പെർസെപ്ഷൻ. പെർസെപ്ഷൻ നോക്കിയേ. അനദർ ബാരിയർ ഈസ് ഇൻ സെലക്ഷൻ the right candidate is the lack of ability to understand others correctly. Selection requires an individual or a group to measure and compare the respective competence of others with the objective of choosing the right candidate for the job. However, our view are much personalized in nature. Everyone perceive the world in a different manner. Our restricted perception ability is clearly an uncertain barrier to the logical selection of people. ഇനി പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചപ്പാട് അല്ലെ. കാഴ്ചപ്പാട്. ഇപ്പോ എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അല്ലെ. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി കാണാനായിട്ടുള്ള അല്ലെ പല കാര്യങ്ങളും ഞാനായിട്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൃഷ്ണന്റെ പോയിന്റ് ഓഫ് വ്യൂ, കൃഷ്ണ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് കൃഷ്ണന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആയിരിക്കും അല്ലെ. ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ ഓരോരുത്തരും നോക്കി കാണുന്നത്. നമ്മള് പറഞ്ഞില്ലേ എന്താണ്, ശൈലികളായാലും വ്യത്യസ്ത രീതിയിലായിരിക്കും. പല രീതിയിലുള്ള ശൈലികളുണ്ട്. അതുപോലെ തന്നെയാണ് പെർസെപ്ഷൻ, കാഴ്ചപ്പാടുകൾ അല്ലെ. പല രീതിയിലാണ് ആളുകള് പല രീതിയിൽ, ഞാനായാലും നിങ്ങളായാലും ഒക്കെ നോക്കിക്കാണുന്നത്, ഒരു കാര്യത്തിൽ നോക്കിക്കാണുന്നത് പല രീതിയിലാണ്. പലർക്കും പല കാഴ്ചപ്പാടുകളാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ്, ഒരു ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നോ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് കേട്ടോ. കൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. പെർസെപ്ഷന്റെ ഒരു കൺസെപ്റ്റ് ആണ്, ഓർത്ത് വെക്കാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. അപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ പലർക്കും പല കാഴ്ചപ്പാടുകളാണ്. പലരുടെയും പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ ലോകത്തെ കാണുന്നത് എങ്ങനെയാണ്? വ്യത്യാസമായിട്ടാണ് അല്ലെ. വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മൾ ഓരോന്നും നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ലോജിക്കലായിട്ട് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു തടസ്സമുണ്ട്. മനസ്സിലായോ? കൃത്യമായിട്ട് ആളുകളെ നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂല് കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഫ്യൂച്ചറിൽ എന്താണ് അവിടെ സക്സസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആളുകൾക്ക് അത്ര രീതിയിലുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അത്ര രീതിയിലുള്ള നോളജ് ഉണ്ടോ, സ്കില്ലുണ്ടോ എന്ന് നമ്മ മാത്രമാണ് അല്ലെ. നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസമായിരിക്കാം. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതും എന്താണ്, ഒരു ബാരിയർ ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു നോക്കാം.
ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് fairness. Fairness in the selection process means that there is no discrimination and biases against any individual on the basis of religion, race, gender, etc. However, the attempt to reduce the gap have not been very effective. The less numbers of women and or other underprivileged sections of society in the middle and senior management positions and open discrimination on the basis of age in job advertisement and in the selection process are visible example of discrimination. നമുക്കറിയാം വിവേചനം അല്ലെ, വിവേചനം ഏതൊക്കെ കാര്യങ്ങളിലാണ് വിവേചനം കാണിക്കുന്നത്? ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെ വിവേചനങ്ങള്, ഇല്ലേ? ഡിസ്ക്രിമിനേഷൻ ഓക്കെ ആണോ? നടക്കുന്നുണ്ടോ? നമ്മൾക്ക് ഒരു തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഓർഗനൈസേഷനിൽ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ അവിടെ നടക്കുന്നില്ലേ ഓരോ കാര്യങ്ങളും? റിലീജിയന്റെ പേരില്, റൈസിന്റെ പേരില്, ജെൻഡറിന്റെ പേരിലൊക്കെ എന്താണ് വിവേചനങ്ങൾ കാസ്റ്റിന്റെ ബേസിലൊക്കെ അല്ലെ നടക്കുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു കമ്പനിയിലൊക്കെ ഒരു സീനിയർ മാനേജ്മെന്റ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാനേജ്മെന്റിന്റെ ആ പൊസിഷനിൽ ആ പോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെയൊക്കെ എന്താണ് സ്ത്രീകളൊക്കെ കുറവായിരിക്കും ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ താഴ്ന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും എന്താണ് കുറവായിരിക്കും. അതുപോലെ ഇപ്പോ ഓരോ പോസ്റ്റിനും ഇത്ര പ്രായപരിധിയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ ഇല്ലേ? അപ്പൊ അങ്ങനെ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഡിസ്ക്രിമിനേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. പക്ഷെ എന്താണ് നടക്കുന്നത്? ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടല്ലേ? ഓരോ റിലീജിയന്റെ പേരില്, റൈസിന്റെ പേരില്, ജെൻഡറിന്റെ പേരിലൊക്കെ എന്താണ് ഡിസ്ക്രിമിനേഷൻസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് പറയുന്നത്? ഓരോ തടസ്സങ്ങളാണ്. ഓക്കെ, ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാലിഡിറ്റി. In order to forecast the job performance of a candidate, the validity of the test is used. The valid test can easily find a gap between the candidates who are able to perform
well and those who are not. Therefore, any validated test cannot forecast the job success accurately. It can only increase the chances of success. നമുക്കറിയാം വാലിഡിറ്റി അല്ലെ, വാലിഡ് അല്ലെ, നമുക്കറിയാവുന്നതാണ്. ഓരോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്താറുണ്ട് അല്ലെ, ടെസ്റ്റ് നടത്താറില്ലേ? ആ ടെസ്റ്റിൽ നമ്മൾ ഇപ്പൊ ഹൈ മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് നല്ല രീതിയിൽ നോളജും നല്ല രീതിയിൽ സ്കില്ല് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരു 100 ആള് വന്നു, 100 ആള് ഇന്റർവ്യൂല് ആ ടെസ്റ്റിൽ പങ്കെടുത്തു, നല്ല രീതിയിലുള്ള മാർക്കുകൾ വാങ്ങിച്ചു. ആ ടെസ്റ്റിന്റെ മാത്രം നമ്മൾ നോക്കിയിട്ട് അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് പറയാൻ പറ്റുമോ? ആ മാർക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല അല്ലെ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ടീച്ചറിന്റെ ടെസ്റ്റ് 100 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതില് അവര് 100 ആൾക്കാർ വന്നപ്പോ അവരെന്ത് ചെയ്തു? റിട്ടൺ ടെസ്റ്റ് നടത്തിയപ്പോ അതിനകത്ത് ഹൈ സ്കോർ ഉള്ള ആളുകളെയാണ് അവർ ഇന്റർവ്യൂവിന് വിളിച്ചത്. ശരിയാണല്ലോ. ഒബ്വിയസ്ലി അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള ആൾക്കാരെ റിജക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ മാർക്കുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ആ ഇന്റർവ്യൂവിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ആ പോസ്റ്റില് ജോബിലേക്ക് അവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടീച്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അവർക്ക് എന്തുകൂടി നമ്മൾ നോക്കണം, സ്കില്ലുണ്ടോ അല്ലെങ്കിൽ ആ ടീച്ച് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ നമ്മൾ നോക്കണം അല്ലെ. ഡെമോ ക്ലാസ് എടുപ്പിച്ച് നോക്കണം. മനസ്സിലായോ? അതാണ് വാലിഡിറ്റി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ആ മാർക്കിന്റെ ബേസിൽ മാത്രം നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ആ ഡെമോ ക്ലാസ് ഒന്ന് എടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാല് ആ ടീച്ചർക്ക് അതിനുള്ള കഴിവുണ്ടോ, കുട്ടികളെ നല്ല രീതിയിൽ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് വാലിഡിറ്റി. ഇനി എന്താണ് റിലയബിലിറ്റി? An interview is said to be reliable only when it is generating consistent result again and again in the simultaneous situations. Similar to a validated test, a reliable test may fall short to forecast the job performance accurately. Same തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. റിലയബിൾ നമ്മളൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻ ആൻഡ് എഗെയിൻ ആ സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ടെസ്റ്റ് വാലിഡ് ആണ് അല്ലെങ്കിൽ ആ ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റും അല്ലെ, റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മള് ടെസ്റ്റ് ഇങ്ങനെ ഇയർ ആൻഡ് ഇയർ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാല് അതിന് കിട്ടുന്ന ആ സെയിം റിസൾട്ട് ചിലപ്പോ ആദ്യത്തെ ടെസ്റ്റിന് കിട്ടുന്ന സെയിം റിസൾട്ട് തന്നെയായിരിക്കും സെക്കൻഡ് ടെസ്റ്റിന് കിട്ടുന്നത്. അങ്ങനെ ആ സെയിം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആ ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റും, വിശ്വസനീയമാണ് എന്ന് നമുക്ക് റിലയബിൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, മാത്സ് ടെസ്റ്റ്, നമുക്കൊരു മാത്സ് ടീച്ചറിന്റെ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്സിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? ആ പേഴ്സണ് ഒരു കാൽക്കുലേഷൻ സ്കില്ലൊക്കെ വെച്ചുകൊണ്ട് ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താം. അപ്പൊ എന്താണ്? അവന് അതിനുള്ള സ്കില്ലുണ്ട്. ഇനി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് അവൻ എന്താണ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഏതെങ്കിലും ഒരു ടോപ്പിക് ഇട്ടുകൊടുത്തു, ആ ടോപ്പിക്കിൽ നിന്ന് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത് അതിനുള്ള സ്കില്ല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ചിലപ്പോൾ സ്കില്ല് ഉണ്ടാവില്ല. മനസ്സിലായോ? മാത്സിൽ ചിലപ്പോ അവൻ എന്താണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയപ്പോ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇട്ടുകൊടുത്ത് അത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് അത് നല്ല റിസൾട്ട് ഗ്രൂപ്പ്, മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ സോൾവ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് പറ്റില്ല. ഓക്കെ, അപ്പോ അതാണ് അങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നുണ്ട് ഈ സെലക്ഷനിലുണ്ട്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുമോ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട്? ഭാവിയില് അവനത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് മാത്സിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ട് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനായിട്ടുള്ള സ്കില്ല്
അയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭാവിയില്. ഓക്കെ, അതും എന്താണ് ബാരിയർ ആയിട്ടാണ് പറയുന്നത്. അതാണ് റിലേറ്റിവിറ്റിയിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പ്രഷർ ഓൺ സെലക്ടേഴ്സ്. നോക്കാം. Sometimes candidates are selected only because of the pressure created on selectors by politicians, bureaucrats, relatives, friends, and peers for selection purposes. Obviously, the candidates selected are not well fit for the job. Generally, the selection meeting, the public sector undertaking, take place because of this pressure. നമ്മള് കാണാറുണ്ടല്ലേ, ഇപ്പോ ചിലപ്പോ റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ നിർബന്ധിച്ചിട്ട് അവരുടെ പ്രഷർ മൂലം നമ്മള് കമ്പനിയിലേക്ക് ആളുകൾ എടുക്കാറുണ്ട് ഇല്ലേ. ചിലപ്പോ അവന് അതിനുള്ള കഴിവുണ്ടാവില്ല ആ ജോലി ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത് സെലക്ടഡ് ആർ നോട്ട് വെൽ ഫിറ്റ് ദ ജോബ് ഫോർ ദ ജോബ്. ആ ജോബ് ചെയ്യാനായിട്ടുള്ള കഴിവ് അവന് ഉണ്ടാവില്ല. പകരം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രഷർ ചുമത്തി പൊളിറ്റീഷ്യൻസ് ഒക്കെ വന്നിട്ട് അവര് പ്രഷർ ചുമത്തി നിർബന്ധപൂർവ്വം കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ PSC എങ്ങനെയാണ്, PSC കറക്റ്റ് ആയിട്ട് നിയമനം നടക്കാറുണ്ടോ? ഇല്ലേ. ഇങ്ങനെയാണ് പൊളിറ്റീഷ്യൻസ് അല്ലെ, എന്തെങ്കിലും പൊളിറ്റീഷ്യൻസിന്റെ എന്തെങ്കിലുമൊക്കെ കൈകള് നമുക്ക് എന്തെങ്കിലും അവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് നമുക്ക് ആ ജോലിയിൽ കയറാൻ പറ്റും ഇല്ലേ. ആണോ? അങ്ങനെയാണോ PSC നടക്കുന്നത്? അങ്ങനെയല്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ പ്രഷർ മൂലം ചിലപ്പോ ആ ജോബിന് അയാൾ ഫിറ്റ് ആയിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രഷർ, അവരുടെ ഒരു കൈകടത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു മൂലം, പ്രഷർ മൂലം കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്. പക്ഷെ അങ്ങനെ ഫിറ്റ് അല്ലാതെ പാർട്ടി നോക്കിയിട്ട് ചിലർ ജോബ് കൊടുക്കാറുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. PSC എഴുതി വെച്ചാൽ പെട്ടെന്ന് ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇപ്പൊ പാർട്ടി നോക്കി, അല്ലെങ്കിൽ ഇപ്പൊ പാർട്ടി നോക്കിയിട്ട് പല ആളുകൾക്കും ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, ജോലി എങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി അറിയില്ല. പക്ഷെ എന്താണ്, അയാൾക്ക് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റ് ജോലിയാണല്ലേ. ഓക്കെ, അങ്ങനെയുള്ള ആളുകളുണ്ട്. പാർട്ടി നോക്കിയിട്ട് പാർട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് ജോലി നേടുന്ന പല ആളുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ്, ആ ജോലിക്ക് അയാൾ ഫിറ്റ് ആയിരിക്കില്ല, അതിനുള്ള സ്കിൽ ഉണ്ടാവില്ല, ജോബ് സക്സസ് ആയിട്ട് പോകുകയില്ല. ഓക്കെ, അതൊക്കെയാണ് ഒരു ബരിയർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷന്റെ ബരിയേഴ്സ്, തടസ്സങ്ങളായിട്ട് വരുന്നത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇതൊക്കെയായിരുന്നു ഡൈവേഴ്സിറ്റി ഓഫ് ദ സെലക്ഷൻ അപ്രോച്ച്, ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസസ്, പെർസെപ്ഷൻ, ഫെയർനെസ്, വാലിഡിറ്റി, റിലയബിലിറ്റി, പ്രഷർ ഓൺ സെലക്ടേഴ്സ്. ഓക്കെ, ആ 4 ജസ്റ്റ് ഫെയർനെസ് തുടങ്ങി 8 വരെയുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
വായിച്ച് മനസ്സിലായെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. എന്നിട്ട് ആരെങ്കിലും ഒരാള് മിസ്സിന് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായത് മിസ്സിന് പറഞ്ഞു തരണം. സിമ്പിൾ ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ഡിഫറൻസ്. മനസ്സിലായോ ഡിഫറൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ ഡിഫറൻസ് എന്താണെന്ന്? ഏതെങ്കിലും പോയിന്റ്? ഓക്കെ, അഭിനിഷയ്ക്ക് മനസ്സിലായതെന്ന് പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഫസ്റ്റത്തെ പോയിന്റ് ക്രമം. സെലക്ഷന് ശേഷം സെലക്ഷന് മുമ്പുള്ളതാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റിന് ശേഷം നടക്കുന്നതാണ് സെലക്ഷൻ. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, മാക്സിമം നമ്പർ ആണ് അവിടെ റിക്രൂട്ട്മെന്റിൽ ഒരുപാട് പേരെ നോക്കി എടുക്കും. മാക്സിമം കൂടുതൽ നമ്പർ ഉള്ളവരെ നിന്ന് തിരഞ്ഞെടുക്കും. പിന്നെ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ബെസ്റ്റ് എന്താണ് നല്ലൊരു സ്കില്ലുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. പിന്നെ പ്രോസസ് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റിൽ കൂടുതൽ എന്താണ് ജെന്യൂൻ ആയിട്ടുള്ളവരായിട്ട് കൂടുതൽ ആപ്ലിക്കേഷൻ ഫോമുകൾ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നു. ഇവിടെ നെഗറ്റീവ് ഉള്ളവരെ റിജക്ട് ചെയ്തിട്ട് സെലക്ഷനിൽ നെഗറ്റീവ് റിജക്ട് ചെയ്യാം. കുറച്ച് പേരെ മാത്രം സെലക്ഷൻ ആയിട്ട് എടുക്കും. പിന്നെ റിക്രൂട്ട്മെന്റിൽ ഹൈ സ്കില്ലുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. സെലക്ഷനിൽ എല്ലാരും നോക്കും. ഇന്റർവ്യൂവിലുള്ള ഇത് പെർഫോമൻസ്, സ്കില്ല് അങ്ങനെയൊക്കെ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. സർവീസ് കോൺട്രാക്ട് ഈ സർവീസ് കോൺട്രാക്ട് ഔട്ട്കം റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്.
ഇവിടെ സെലക്ഷനിൽ എംപ്ലോയർ ആണ് സെലക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ്. സെലക്ഷൻ റിസൾട്ട് സെലക്ഷനിൽ ജോബ് ഓഫർ നൽകിയിട്ട് ഫൈനലായി കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കും. ജോബ് ഓഫർ നൽകിയതിനു ശേഷം തൊഴിലാളികളെ തിരഞ്ഞെടുക്കും. ശരിയാണോ? ഓക്കെ, കുറച്ചൊക്കെ ശരിയാണ്. അവിടെ കുറച്ച് ഭാഗപ്പിഴകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ആരെങ്കിലും പറയാൻ പറ്റുമോ? വിഷ്ണു, വിഷ്ണു ഒന്ന് പറയോ? പറഞ്ഞു നോക്കോ? വിഷ്ണു ഉദയൻ, ആരുമില്ല. ലെന, കൃഷ്ണ പറഞ്ഞു. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു കണ്ടക്ട് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് അവരെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെലക്ഷൻ എന്ന് പറഞ്ഞ മെയിൻ ഒബ്ജക്റ്റീവ് ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ആണ്, എന്നുവെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കുന്നുണ്ട്. സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ലാർജ് നമ്പർ ഓഫ് ആൾക്കാരെ തിരിച്ചയക്കുന്നു. പിന്നെ അതിന്റെ മെത്തേഡ് റിക്രൂട്ട്മെന്റില് സ്കില്ലുകളൊന്നും നോക്കുന്നില്ല, മാക്സിമം ആൾക്കാരെ എടുക്കാൻ നോക്കുന്നുള്ളൂ. സെലക്ഷനിൽ ഏറ്റവും നല്ല സ്കില്ലുള്ള ആൾക്കാരെ ആണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ സർവീസ് കോണ്ടാക്ട് അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സർവീസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞത് റിസൾട്ട് റിക്രൂട്ട്മെന്റ് റിസൾട്ട് പൂൾ ഓഫ് ആപ്ലിക്കേഷൻ സർവീസ് ആർ ഇൻപുട്ട് പ്രോസസ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റിൽ കുറെ ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നു. സെലക്ഷൻ എന്ന് പറഞ്ഞത് ലാസ്റ്റ് റിസൾട്ട് ആണ്, കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാന്നുള്ളത്. വെരി ഗുഡ്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, അവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഡിഫറൻസ്, ബേസിസ് ഓഫ് ഡിഫറൻസ് നോക്കിയേ. സീക്വൻസ്, ഫസ്റ്റ് വൺ സീക്വൻസ്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ബൈ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിന് മുൻപാണ് ഈ റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തുന്നത്. അതുപോലെ സെലക്ഷൻ ആണെങ്കിലോ സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ശേഷമാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? The main objective of recruitment is to attract the maximum number of potential applicants in order to the large applications. Maximum ആളുകളെ നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ സെലക്ഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? The main objective of selection is to choose the best suitable candidate from the applicant pool. ആ ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കന്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആരെ? ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് സെലക്ഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇനി പ്രോസസ് എന്താണ്? റിക്രൂട്ട്മെന്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ് because it is involved the process of generating the large pool of applications. എന്താണ്? ഒരു പോസിറ്റീവ് പ്രോസസ് ആണല്ലേ. കാരണം എന്താണ്? കുറെ അധികം ആളുകളെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട് ഇല്ലേ? ലാർജ് കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ പോസിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഇനി സെലക്ഷൻ ആണെങ്കിലോ ഒരു നെഗറ്റീവ് പ്രോസസ് ആണല്ലേ. കാരണം എന്താണ്? Because it involves the process which rejects the large number of candidate applicant and only few best applicant are selected for the job. അല്ലെ, നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കന്റിനെ റിജക്ട് ചെയ്ത് കളയുന്നു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്. ഇനി എന്താണ് മെത്തേഡ്? The method of recruitment are not very comprehensive and therefore there is no more requirements of persons with highly skilled persons. ഇവിടുത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വിപുലമായിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആണ്, വിപുലമായിട്ടുള്ള പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ ആവശ്യമില്ല. എന്താണ്? കുറെ അധികം ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ റിക്രൂട്ട്മെന്റിൽ നിന്നാണ് സെലക്ട് ചെയ്ത ആളുകളെ സെലക്ട് ചെയ്ത് കുറെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ഷനിൽ എങ്ങനെയാണ്? ഇങ്ങനെ കുറെ അധികം ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് സെലക്ഷനിൽ വരുന്നത്. ഓക്കെ, very specialized methods are required in the selection process. Therefore, in the process only skilled persons like experts of selection test, conduct interview, etc. are considered. നമ്മൾ ഇന്റർവ്യൂയിലൂടെയും പല രീതിയിലുള്ള സെലക്ഷൻ ടെസ്റ്റിലൂടെയുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഇവിടെ എപ്പോഴും എന്താണ്? നല്ല സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആവശ്യമാണ് സെലക്ഷനില്. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് വിപുലമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിനകത്ത് ഹൈ സ്കിൽഡ് ഉള്ള പേഴ്സൺസിനെ, കാൻഡിഡേറ്റിനെ ആവശ്യമില്ല. കുറെ അധികം ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് കുറെ ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? മെത്തേഡ് റിക്രൂട്ട്മെന്റും സെലക്ഷന്റെയും. അതുപോലെ തന്നെ സർവീസ് സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ഔട്ട്കം ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റിൽ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുമായിട്ട് നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുന്നില്ലല്ലേ, നടത്തുന്നുണ്ടോ? ഇല്ല. ഇനി നോക്കിയേ, സെലക്ഷൻ there is a service contract between employer and the selected candidate. നമ്മൾ സെലക്ട് ചെയ്ത് ജോബ് ഓഫർ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? കോൺട്രാക്ട് വെക്കാറുണ്ടല്ലേ. രണ്ടുപേരും ബാധ്യസ്ഥരാണ് അത് പാലിക്കാനായിട്ട്. ഇല്ലേ? ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി റിസൾട്ട് എന്താണ്? റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ pool of applications which serve the input for the process of selection. നമ്മൾ എന്താണ്? ഈ സെലക്ഷന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നു ആളുകളെ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് ആ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തിലൂടെ? റിക്രൂട്ട്മെന്റിലൂടെ. അതാണ് റിസൾട്ട്. റിക്രൂട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് കുറെ അധികം ആൾക്കാരെ സെലക്ഷന് വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റിലൂടെ. ഇനി സെലക്ഷൻ ആകുമ്പോൾ എന്താണ്? സെലക്ഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് സെലക്ടിംഗ് ദ ഫൈനൽ കാൻഡിഡേറ്റ് ഹു വിൽ ഗെറ്റ് ദ ജോബ് ഓഫർ. ഒരു എന്താണ്? നല്ല രീതിയിൽ ഒരു സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ് നല്ല രീതിയിൽ ഒരു ഫൈനൽ റിസൾട്ട് ആണ്, അല്ലെ ഫൈനൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് നമ്മള് സെലക്ഷനിലൂടെ സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ഷൻ പ്രോസസ്സിലൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നു. സെലക്ഷന് വേണ്ടിയിട്ട് ആളുകളെ സെലക്ട് ചെയ്ത് ആ റിക്രൂട്ട്മെന്റിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് ഡാറ്റ ഇൻപുട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ സെലക്ഷനിൽ എന്താണ്? ആ ആളുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇതാണ് ഡിഫറൻസിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെക്കാം ഏതൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇൻഡക്ഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. Induction or orientation. The meaning and definition of orientation. The purpose of making new employee familiar the present employee and the
present employees and the practices of the organization. രണ്ട് present employees വരുന്നുണ്ട് ട്ടോ. Present employees and practices of the organization. It is termed as an orientation. Underline ചെയ്ത് വെക്കാം. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ആരും കേട്ടിട്ടില്ല? എന്തായിരിക്കും ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? നമ്മളിപ്പോ ഒരു പുതിയൊരു എംപ്ലോയി ഒരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവരുണ്ടോ നമ്മുടെ ചറങ്ങില്? ഉണ്ടാവുമല്ലോ. അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവര് ഇല്ലേ? നമ്മുടെ ആ ഡിപ്ലോമയില് നമ്മൾ പറയുന്നുണ്ട്. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ, ആ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഇപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്? അവർ ചെയ്യേണ്ട വർക്ക് എങ്ങനെയാണ്, അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ തന്നെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് കൊളീഗ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ആ വർക്കിംഗ് എൻവയോൺമെന്റ്, അവരുടെ ഡ്യൂട്ടി എന്താണ്, എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, അതുപോലെ അവരുടെ കൂടെയുള്ള വർക്കേഴ്സിനെ പരിചയപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓർമ്മ വരുന്നുണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവർക്ക് ഓർമ്മ വരുന്നുണ്ടാവും. Okay, all the activities of introducing new candidate, the organization and this department are involved in the induction process. Okay, അപ്പോൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ എംപ്ലോയീസ് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് ഒന്ന് ഫെമിലിയർ ആക്കി കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് പരിചയപ്പെടുത്തും, അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, എന്ത് വർക്കാണ് അവർ ചെയ്യേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ഒരു പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും വരെയും ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.